ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഓംലെറ്റ് ആണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു ബ്രെഡ് ഓംലെറ്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കഴിക്കാൻ നല്ല രുചിയുള്ള ഈ ഒരു ബ്രെഡ് ഓംലെറ്റ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട ഈ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇവിടെ ഇപ്പോൾ മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കാവുന്നതാണ്. ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ 2 പച്ചമുളകാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്പം മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ മല്ലിയില മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മുട്ടയുടെ ഈ ഒരു മിക്സ് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരല്പം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരം നമുക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ എടുക്കാവുന്നതാണ്. ബട്ടർ ഇപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട മിക്സ് ഒഴിച്ചു കൊടുക്കാം. മുട്ട മിക്സ് ഒഴിച്ചതിന് ശേഷം നമുക്കിത് എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഉടനെ തന്നെ നമുക്കിതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ബ്രെഡ് ഇതിൻ്റെ മുകളിലായി വെച്ചിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ബ്രെഡിൻ്റെ മുകളിലായിട്ട് അല്പം ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ലോ ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിൻ്റെ ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ടതിന് ശേഷം നമുക്കിത് ഒരല്പനേരം കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ബട്ടർ പുരട്ടിയ ബ്രെഡിൻ്റെ ആ ഒരു സൈഡ് ക്രിസ്പി ആയിട്ട് വരണം. അതുവരെ നമ്മളിത് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. അതിനുശേഷം ബ്രെഡിൻ്റെ സൈഡിലേക്ക് കവർ ചെയ്ത് കിടക്കുന്ന ഈ ഒരു ഭാഗം മുകളിലേക്ക് ഇതുപോലെ മടക്കി വെക്കണം. പിന്നീട് നമുക്ക് ഒരു ബ്രെഡ് സ്ലൈസ് മടക്കി രണ്ടാമത്തെ ബ്രെഡ് സ്ലൈസിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ചൂടോടെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ബ്രെഡ് ഓംലെറ്റ് നമുക്ക് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കഴിക്കാൻ നല്ല രുചിയുള്ള ഈ ഒരു ബ്രെഡ് ഓംലെറ്റ് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്